ഇനി നമുക്ക് എന്താണ് ഈ സീൻ സൗഫ എന്ന് നോക്കാം. സീൻ സൗഫ. ഈ രണ്ടാളുകളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സീൻ സൗഫ. ഈ രണ്ടാളുകള് എപ്പോഴും മുലാരിയായ ഒരു ഫിഅലിന്റെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ. അതായത് ഒരു ഫിഅലുൽ മുദാരിയുടെ അടയാളം കൂടിയാണ് ആര്? സീൻ സൗഫ എന്നിങ്ങനെയുള്ള രണ്ട് ആളുകൾ. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് അർത്ഥ വ്യത്യാസം വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യഅലമു, യഅലമു നമ്മൾ പഠിച്ചു. യഅലമു അവൻ അറിയുന്നു. പ്രസന്റ് ആണ് അല്ലെ? യഅലമു ഫിഅൽ മുദാരി ആണ്, പ്രസന്റ് ടെൻസിന്റെ അർത്ഥമാണ്. അവൻ അറിയുന്നു. യദ്ഹബു, യദ്ഹബു അവൻ പോകുന്നു. യദ്ഹബു അവൻ പോകുന്നു. അഫ്തഹു, അഫ്തഹു ഞാൻ തുറക്കുന്നു. അഫ്തഹു ഞാൻ തുറക്കുന്നു. ഇനി ഈ ആളുകളുടെ കൂടെ നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? നമ്മുടെ ഈ രണ്ട് ആളുകളെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സീൻ സൗഫ ചേർത്ത് കൊടുക്കാം. എവിടെ ചേർക്കും? എന്താണ് അർത്ഥ വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. സ യഅലമു, സ യഅലമു, സ യഅലമു അതോടുകൂടി അർത്ഥം എന്തായി? അവൻ അറിയും. അപ്പോ ഭാവികാലം ഫ്യൂച്ചറിന്റെ അർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്. യഅലമു അവൻ അറിയുന്നു. സയഅലമു അവൻ അറിയും. സയദ്ഹബു, സയദ്ഹബു അവൻ പോകും. അവൻ പോകും. ഇനി സൗഫ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലോ? സൗഫ യഅലമു, സൗഫ യഅലമു അവൻ അറിയും. അവൻ അറിയും. കല്ലാ സയഅലമൂൻ ഇല്ലേ? വേണ്ട, സംശയം വേണ്ട, അവർ അറിയും. തുമ്മ കല്ലാ സൗഫ തഅലമൂൻ അതെ, വേണ്ട, നിങ്ങൾ വഴിയേ അറിയും. അല്ലെ? രണ്ടിടത്തും എന്താണ്? ഒന്ന് സീനാണ്, മറ്റൊന്ന് സൗഫയാണ്. അഫ്തഹു നോക്കാം നമുക്ക്. സ അഫ്തഹു, സ അഫ്തഹു ഞാൻ തുറക്കും. സൗഫ അഫ്തഹു ഞാൻ തുറക്കും. അപ്പൊ സീൻ സൗഫ എന്നുള്ളത് ഫിഅലുൽ മുദാരിയുടെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ. തുടക്കത്തിലാണ് അത് ഉണ്ടാവുക. അത് വരുന്നതോടുകൂടി നമുക്ക് ഫ്യൂച്ചറിന്റെ അർത്ഥം ലഭിക്കുന്നു.